എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും പറയാറുണ്ട് ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കുടിക്കണം, 3 ലിറ്റർ വെള്ളം കുടിക്കണം. തീർച്ചയായിട്ടും നമ്മൾ പല അസുഖങ്ങൾക്കും മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ വെള്ളം കുടിക്കുന്നത് കുറയുന്നത് കൊണ്ടാണ്. എല്ലാം ഏതൊരു സിസ്റ്റം അടുത്തോട്ടെ, റെസ്പിറേറ്ററി ആയിക്കോട്ടെ, ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിക്കോട്ടെ, യൂറിനറി സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കിന്നായിക്കോട്ടെ, എന്ത് ഒരു സിസ്റ്റം നമ്മളുടെ ഒരു ശരീരത്തിലെടുത്താലും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത്. നമ്മൾ സ്കിന്ന് ടോൺ ഇമ്പ്രൂവ് ആകാനായിട്ട് നമ്മൾ പുറമേ കുറേ ക്രീംസും അതും ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. മുടി വളരണം എന്നാഗ്രഹിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സിറംസ്, ഓയിൽസൊക്കെ. പക്ഷേ ഇത് ഒക്കെ നമ്മൾ ചെയ്യുന്നതിനൊപ്പം നമ്മൾ ഉള്ളിലേക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ആഹാരങ്ങൾ, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ആഹാരങ്ങൾ കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കതിനുള്ളൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ പറയാൻ വന്നിരിക്കുന്നത് വെച്ചാൽ വെള്ളം നമ്മൾ ഒരു ദിവസം 2 to 3 ലിറ്റേഴ്സ് വെള്ളം മസ്റ്റായിട്ടും കുടിച്ചിരിക്കണം. വെള്ളം എപ്പോഴും നമ്മൾ ഇരുന്ന് കുടിക്കുന്നതാണ് നല്ലത് കേട്ടോ. നിന്നുകൊണ്ട് കുടിക്കുമ്പോൾ നമുക്ക് നമ്മളെ ദഹനത്തെയും ഒക്കെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇരുന്ന് സാവകാശത്തിൽ സിപ്പ് ബൈ സിപ്പായിട്ട് വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 2 ലിറ്റർ വെള്ളം കുടിക്കണം, 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നതിൻ്റെ ചില ആൾക്കാർ വെള്ളം കുടിക്കാൻ മറന്നുപോയിട്ട് കുറേ കഴിഞ്ഞിട്ട് അങ്ങ് ഒരു ബോട്ടിലോടെയൊക്കെ എടുത്തങ്ങ് കുടിക്കുന്നതാണ്. അത് നല്ലൊരു പ്രവണതയല്ല കേട്ടോ. നമുക്കത് ഡൈജഷനെയും നമുക്കത് നല്ലതല്ല. നമ്മളങ്ങനെ കുടിക്കുന്ന വഴി നമുക്ക് പല പ്രോബ്ലംസും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇരുന്ന് സാവകാശം സിപ്പ് ബൈ സിപ്പായിട്ട് വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. പിന്നെ എപ്പോൾ വെള്ളം കുടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ലഞ്ച് എടുക്കാൻ പോവുകയാണ്, ഒരു ഡിന്നർ എടുക്കാൻ പോവുകയാണ്. അതിന് ഒരു അരമണിക്കൂർ, മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും ബിഫോറായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. അങ്ങനെ കുടിച്ചാൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ഡൈജസ്റ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു 20 to half an hour ബിഫോറായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം കുടിക്കാനൊരു ടെംപ്റ്റേഷനുണ്ട്. അപ്പോൾ അങ്ങനെ ആയാലും നമ്മൾ ഒരു ഭക്ഷണം കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം വെള്ളം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ കഴിക്കുമ്പോൾ സ്പൈസസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവാം. അങ്ങനെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഇടയിൽ ഒരു സിപ്പോ 2 സിപ്പോ സാവകാശം കുറച്ച് വെള്ളം കുടിക്കാം. പക്ഷേ ഏറ്റവും ഉചിതം ഒരു ഹാഫ് ആൻ അവർ ബിഫോർ കുടിക്കുന്നതാണ്. ഇൻ ബിറ്റ്വീൻ നമ്മൾ കുടിക്കുകയാണെങ്കിലും സിപ്പ് ബൈ സിപ്പായിട്ട് കുറച്ച് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എക്സസൈസിന് ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാക്കും. ഡൈജഷൻ ആയാലും ശരി. അതുപോലെ തന്നെ മസിൽ ക്രാംസ്, മസിലിനെ ഉളുക്കി പിടിക്കുമ്പോൾ നമുക്കതൊരു പിടുത്തം. എനിക്ക് ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊരു വെള്ളം കുടിച്ചിട്ട് എനിക്കൊരു എന്താ പറയുക, ഒരു മസിൽ പിടിക്കും പോലെ എനിക്ക് തോന്നി. നമ്മളതൊക്കെ അതിനെ ബാധിക്കും. ഒരു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ല. എക്സസൈസിന് പോകുന്നതിന് ഒരു 15-20 മിനിറ്റ്സ് ബിഫോറായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ എക്സസൈസ് കഴിഞ്ഞ പാടെ വന്നിരുന്ന് വെള്ളം കുടിക്കരുത്. കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മൾ ആ ശരീരത്തുള്ള വിയർപ്പൊക്കെ ഒന്ന് മാറി ഒരു 15 മിനിറ്റിനോ 20 മിനിറ്റിനോ ശേഷം വെള്ളം കുടിക്കുക. അപ്പോൾ പിന്നെ ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. വെള്ളം കുടിക്കുമ്പോൾ ഇത് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മളെപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്, പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക, പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ ഡെയിലി എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഇതൊക്കെ വഴി നമുക്ക് പോസിറ്റീവ്നെസ് കൂടും എന്ന് പറയാറുണ്ടല്ലേ. അപ്പോൾ ഇത് കുറേ സ്റ്റഡീസൊക്കെ പ്രൂവൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പേഴ്സണലി എനിക്കത് എല്ലാവർക്കും എത്രത്തോളം അതാണെന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി അത് ഒരുപാട് ഇതായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും നമ്മളൊരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് ആ വെള്ളത്തിനെ എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് അതിനുശേഷം നമ്മളത് വെച്ചിട്ട് ആ വെള്ളത്തിൽ ഒന്ന് കണ്ണടച്ചോ അല്ലാതെയോ പോസിറ്റീവ്, ഐ ആം ഹെൽത്തി, ഐ ആം ഹാപ്പി, അങ്ങനെ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു അഫർമേഷൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയും പറയാം, നമ്മളുടെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ടും പറയാം, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പറയാം, ആർക്ക് വേണമെങ്കിലും എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അഫർമേഷൻസ് പറഞ്ഞതിന് ശേഷം ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ വാട്ടർ ആസ് മെമ്മറി എന്നാണ് പറയുന്നത്. വാട്ടറിന് മെമ്മറി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് കുടിക്കുന്നത് വഴി നമുക്ക് അത് സംഭവിക്കും, അല്ലെങ്കിൽ അത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരിത് നമ്മളിൽ ഉണ്ടാക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എനിക്കും അങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഈ വെള്ളം കുടിക്കുന്ന കാര്യങ്ങളും രീതികളൊക്കെ പറഞ്ഞു.
ഏത് തരത്തിലുള്ള വെള്ളം കുടിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർ ജീരക വെള്ളം കുടിക്കാറുണ്ട്, ചിലർ സിനമൺ ഇട്ട വെള്ളം കുടിക്കാറുണ്ട്, നവരയില, തുളസി അങ്ങനെയൊക്കെ ഇട്ട വെള്ളങ്ങൾ എല്ലാവരും കുടിക്കാറുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മൾ രാവിലെ എണീക്കുമ്പം ആയുർവേദ പ്രകാരം പറയുന്നത് ബ്രഹ്മേ മുഹൂർത്ത ഉത്തിഷ്ഠേ സ്വസ്തു രക്ഷാർത്ഥമായുഷേ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എണീക്കുക, അതായത് സൺ റൈസ് ചെയ്യണതിന് മുന്നേ എണീക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുക. ആ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പം ഓരോ ദിവസവും മാറും. ഏകദേശം ഒരു 3:30-6 വരും ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 4-4:30 5 മണിക്കൊക്കെ എണീക്കുക. എണീറ്റതിന് ശേഷം ഉടനെ നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കുടിക്കുന്നത് വഴി ഡെയിലി നിങ്ങളതൊരു ശീലമാക്കി നോക്കൂ. ബാക്കി നിങ്ങൾക്ക് ചായ, കാപ്പി എല്ലാം കുടിക്കാം. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ മലയാളികളാണ്, നമുക്ക് ചായ ഒന്നും കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എണീറ്റ പാടെ നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇരുന്ന് സാവകാശത്തിൽ കുടിക്കും. അത് ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. മൈഗ്രെയിൻ ഉള്ളവർക്ക് സഹിതം ഇങ്ങനെ കുടിക്കുന്നത് വഴി ഇത് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പല അസുഖങ്ങളും അത് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളിത് എണീറ്റ പാടെ കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക്സ് കുടിക്കാം. ചായയോ ഗ്രീൻ ടീയോ എന്ത് കുടിക്കണം അത് കുടിക്കാം. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ ഷുഗർ അവോയ്ഡ് ചെയ്യുക. ഷുഗറാണ് ഏറ്റവും വലിയ സൈലൻറ്റ് കില്ലർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചായ കുടിക്കണമെങ്കിൽ കുടിക്കാം. അല്ലെങ്കിൽ വളരെ മിതമായിട്ട് രീതിയിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. തീരെ പറ്റാത്തവർക്കാണെങ്കിൽ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലിടാം. അങ്ങനെ ഇട്ട് ചായ കുടിക്കാം. പക്ഷേ ഫസ്റ്റ് ഡ്രിങ്ക് അതാവരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, രാത്രിയും നമ്മൾ കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ചെറിയ ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് കിടക്കുക. കിടക്കണ പാടെ എടുത്ത് കുടിക്കുമ്പോൾ നമുക്കത് ഇടയ്ക്ക് യൂറിനേഷൻ പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കിടക്കുന്നതിന് ഒരു മണിക്കൂറൊക്കെ മുന്നേ കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് അങ്ങനെ സമാധാനമായിട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരും ധാരാളം വെള്ളം കുടിക്കുക, നല്ലതുപോലെ വാട്ടർ ഇൻടേക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും മാറാനായിട്ട് സഹായിക്കും. താങ്ക് യു.